ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 9-ലെ ഹെറോൺസ് ഫോർമുല എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹൂസ് വൺ സൈഡ് ഈസ് എ. അപ്പോൾ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സൈഡും എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് s into s minus a into s minus b into s minus c. പക്ഷേ ഇവിടെ എല്ലാ സൈഡും എ തന്നെയാണ്. അതുകൊണ്ട് ബിക്കും സിക്കും പകരം ഒക്കെ എ ഇട്ട് കൊടുക്കാം. എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ. ഇനി റൂട്ട് ഓഫ് എസ് ഇൻറ്റു ഇവിടെ എസ് മൈനസ് എ എത്ര ടൈം വന്നിട്ടുണ്ട്? 3 ടൈം. അപ്പോൾ എസ് മൈനസ് എ ഹോൾ ക്യൂബ്. ഇനി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 സൈഡിൻ്റെയും കൂടെ സം എടുത്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3 സൈഡും എ ആണ്. അതുകൊണ്ട് എ പ്ലസ് എ ബൈ 2. അപ്പോൾ 3a/2 എന്ന് കിട്ടും. ഇനി ഇവിടെ എല്ലായിടത്തും നമുക്ക് എസിന് പകരം 3a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3a/2 ഇൻറ്റു 3a/2 മൈനസ് എ ഹോൾ ക്യൂബ്. ഇനി 3a/2 അതേപോലെ തന്നെ എഴുതി. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ നമുക്ക് ചെയ്യുമ്പോൾ 3a minus 2a/2 whole cube equal to 3a/2 into 3a minus 2a എന്താണ്? a/2 whole cube equal to എന്ത് വരും? റൂട്ട് ഓഫ് 3a/2 into ഇനി a/2 whole cube എന്ന് പറഞ്ഞാൽ a³ 2³ എന്ന് വെച്ചാൽ 8 ഈക്വൽ ടു റൂട്ട് ഓഫ് 3 അതുപോലെ എഴുതി. ഇനി a ഇൻറ്റു എ ക്യൂബ് a⁴ ബൈ 2 ഇൻറ്റു 8 എന്ത് വരും? 16 ഈക്വൽ ടു നമുക്ക് റൂട്ടിൻ്റെ പുറത്തെടുക്കാൻ പറ്റുന്നതൊക്കെ പുറത്തെടുക്കാം. അപ്പോൾ a⁴ എന്ന് പറഞ്ഞാൽ അത് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? a². ഇനി അതുപോലെ 16 നമ്മൾ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 4. ഇനി √3 ഒന്നും ചെയ്യാൻ പറ്റില്ല. √3 അതുപോലെ തന്നെ എഴുതാം. ഇനി ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് ഭംഗിയാക്കി എഴുതാം. അതായത് കോൺസ്റ്റൻറ്റ് ടേം ഒക്കെ ആദ്യം വരണം. അപ്പോൾ √3/4 a². ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. The perimeter of an isosceles triangle is 32 cm. The ratio of equal side to the base is 3:2. Using Heron's formula, find the area of the triangle. അപ്പോൾ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ given perimeter equal to 32 cm. പിന്നെ തന്നിരിക്കുന്നത് സൈഡ്സിൻ്റെ റേഷ്യോ ആണ്. അതായത് ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആണ്. പിന്നെ ബേസ് ആണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈക്വൽ സൈഡിൻ്റെയും ബേസിൻ്റെയും കൂടെ റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ നമുക്കത് എഴുതാം. സൈഡ് ടു ബേസ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സൈഡ്സ് ബേസും ഒക്കെ കൂടി ലെറ്റ് ദി ഈക്വൽ സൈഡ്സ് ബി 3x. 2 സൈഡ് ഉണ്ടല്ലോ ഈക്വൽ. അപ്പോൾ 3x. ഇനി പിന്നെ ബേസിൻ്റെത് എങ്ങനെ എഴുതാം? ബേസ് ഈക്വൽ ടു 2x. ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 32 cm തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സൈഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടും. അപ്പോൾ 3x + 3x + 2x ഈക്വൽ ടു 32. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8x = 32. x = 32/8 = 4. പിന്നെ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ സൈഡ്സ് 3x. അത് 3 × 4 12 cm. പിന്നെ ബേസ് എന്താണ്? 2x. അപ്പോൾ 2 × 4 8 cm. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ. ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഹെറോൺസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഏരിയ = റൂട്ട് ഓഫ് s ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ശരിക്കും ഇവിടെയും 2 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ എസും കൂടെ കണ്ടുപിടിക്കാം. എസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 12 + 12 + 8. അപ്പോൾ 24 + 8 32 വരും. 32/2 16. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. റൂട്ട് ഓഫ് 16 ഇൻറ്റു 16 - 12. മറ്റേ സൈഡും 12 ആണ്. അപ്പോൾ 16 - 12 ഈക്വൽ സൈഡ്സ് 2 എണ്ണം ഉണ്ടല്ലോ. ഇനി 16 - ബേസ് 8 ഈക്വൽ ടു
റൂട്ട് ഓഫ് 16 ഇൻറ്റു ഇനി 16 മൈനസ് 12 എന്താണ് 4 വീണ്ടും ഒരു 4 കൂടെ വരും ഇൻറ്റു 16 മൈനസ് 8 ഇനി ഈ 16 റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും 4 ഇവിടെ 2 4 ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരു 4 പുറത്തെടുക്കാം ഇനി ഈ റൂട്ട് ഓഫ് 8 അതിനെ നമുക്ക് വേണമെങ്കിൽ 4 ഇൻറ്റു 2 എന്ന് എഴുതാം അപ്പോൾ 16 വന്നു ഇവിടെ 4 ഇൻറ്റു 4 16 പിന്നെ ഇവിടെ റൂട്ടിനുള്ളിൽ ഒരു 4 കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ആ റൂട്ടിൻ്റെ പുറത്തെത്തുമ്പോൾ എന്ത് വരും 2 പിന്നെ ഈ 2നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് റൂട്ട് 2 തന്നെ എഴുതി വയ്ക്കുക അപ്പോൾ നമുക്ക് 16 ടു 32 റൂട്ട് 2 എന്ന് കിട്ടും അപ്പോൾ ഏരിയ എഴുതുമ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ 32 റൂട്ട് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. The sides of a triangle are 18 cm, 24 cm and 30 cm. Find the height corresponding to the smallest side. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് സൈഡ്സ് എഴുതാം ഗിവൺ A is equal to 18 cm, B is equal to 24 cm, C is equal to 30 cm. ഇവിടെ നമ്മൾ ആദ്യം ഏരിയ കണ്ടുപിടിക്കുകയാണ് ഹെറോൺസ് ഫോർമുല വെച്ചിട്ട്. ഇപ്പോൾ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C is equal to root of അതിനു മുമ്പ് S കണ്ടുപിടിക്കണം. S is equal to A plus B plus C by 2 is equal to 18 plus 24 plus 30 by 2 ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 72 കിട്ടും 72 by 2 36 അപ്പോൾ എസിൻ്റെ വാല്യൂ 36 into 36 minus A 18 into 36 minus 24 into 36 minus 30 equal to 36 into 36 minus 18 ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടു ബ്രാക്കറ്റ് വേണ്ട ഇൻറ്റു 36 minus 24 12 ഇൻറ്റു 36 minus 36 ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ തെറ്റിപ്പോയാൽ പിന്നെ ഫുൾ ആൻസർ തെറ്റിപ്പോകും ഇനി 36നെ ഒന്നും ചെയ്യണ്ട അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പോൾ അതിനെ ഒന്നും അനക്കേ വേണ്ട മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ വയ്ക്കാം 18 നമ്മൾ ഇങ്ങനെ ഈ റൂട്ട് വന്നു കഴിഞ്ഞിട്ട് ഹെറോൺസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ റൂട്ടിനുള്ളിൽ വരുന്നതിനെയൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നോക്കാം അപ്പം 18നെ നമുക്ക് എങ്ങനെ എഴുതാം 9 into 2 ഇനി 12നെ നമുക്ക് എങ്ങനെ എഴുതാം 4 into 3 കണ്ടോ അപ്പോൾ ഇവിടെ 9ഉം 4ഉം ഒക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഇൻറ്റു ഇനി 6 ഇനി 36ൻ്റെ റൂട്ട് എന്താ 6 അത് ഞാൻ എഴുതി ഇനി 9ൻ്റെ റൂട്ട് 3 ഇനി ഈ 4ൻ്റെ റൂട്ട് 2 ബാക്കിയുള്ളത് എഴുതാം അപ്പോൾ 2 വരും 3 വരും 6 വരും അപ്പോൾ 2 into 3 into 6 അപ്പോൾ ഇവിടെ കണ്ടോ 2 into 3 6 ആണ് പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു 6 പുറത്തെടുക്കാം അപ്പോൾ 6 into 3 into 2 into വീണ്ടും ഒരു 6 ഇവരുടെ പ്രോഡക്റ്റ് എന്ത് വരും 6 into 6 into 6 എന്ന് വരും 216 സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഏരിയ കിട്ടി 216 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് കറസ്പോണ്ടിങ് ടു ദി സ്മോളസ്റ്റ് സൈഡ് അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് സൈഡ് ഏതാണ് 18 സെൻറ്റിമീറ്റർ ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH അതിലാണ് ഹൈറ്റ് വരുന്നത് അല്ലേ ആ ഫോർമുലയാണ് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഹാഫ് BH ഏരിയ നമ്മൾ ഓൾറെഡി ഹെറോൺസ് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം ഹാഫ് ബി ബേസ് ആയിട്ട് എടുക്കുന്നത് 18 ഈ സ്മോളസ്റ്റ് സൈഡ് 18 എടുക്കുക ഇനി ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ H ഇട്ട് കൊടുക്കുക ഈക്വൽ ടു ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 216 ഇനി 2ഉം 18ഉം കൂടെ കട്ട് ചെയ്യാം അപ്പം 9 അപ്പം 9H is equal to 216 H is equal to 216 by 9 H is equal to ഇത് 216 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും 24 സെൻറ്റിമീറ്റർ അപ്പോൾ ഹൈറ്റ് 24 സെൻറ്റിമീറ്റർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക